എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERTയിലെ സ്പർശ് 1ലെ രണ്ടാമത്തെ ചാപ്റ്ററായ എവറസ്റ്റ് മേരി ശിഖർ യാത്രയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ബജേന്ദ്രിപാലാണ്. ബജേന്ദ്രിപാല ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു ആര്? ബജേന്ദ്രിപാൽ. അപ്പോൾ ബജേന്ദ്രിപാൽ എവറസ്റ്റിൽ കയറിയ ആ അനുഭവ കഥകളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പറഞ്ഞു തരുന്നത്. നോക്കാം നമുക്ക്. एवरेस्ट अभियान दल 7 मार्च को दिल्ली से काठमांडू के लिए हवाई जहाज से चल दिया. एवरेस्ट अभियान दल എന്ന് പറഞ്ഞാൽ ക്യാമ്പയിൻ, ഒരു ക്യാമ്പയിൻ. दल എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. 7 മാർച്ച് को दिल्ली से काठमांडू के लिए हवाई जहाज से चल दिया. ദില്ലിയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് ഹവായി ജഹാസ് എയ്റോപ്ലെയിനിലൂടെ യാത്ര തിരിച്ചു എന്ന്. കാഠ്മണ്ഡു അപ്പോൾ നേപ്പാളിൻ്റെ ക്യാപിറ്റലാണ് കാഠ്മണ്ഡു. അപ്പോൾ മാർച്ച് 7 ദില്ലിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ഒരു ഗ്രൂപ്പ്, അതായത് ആ ഗ്രൂപ്പിൽ ആരാണ് പെട്ടിരിക്കുന്നത്? നമ്മുടെ ബജേന്ദ്രിപാൽ പോകുന്ന ഗ്രൂപ്പാണ് മാർച്ച് 7 ദില്ലിയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് എയ്റോപ്ലെയിനിലൂടെ യാത്ര തിരിച്ചത്. एक मजबूत अग्रिम दल बहुत पहले ही चला गया था. മജ്ബൂത് അഗ്രിം ദൾ എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ആയിട്ടുള്ള വേറൊരു ഗ്രൂപ്പ്. അതാണ് മജ്ബൂത് അഗ്രിം ദൾ എന്ന് പറഞ്ഞാൽ. നല്ല ട്രെയിൻഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പഹലേ ഹി ചലാ ഗയാദ, കുറച്ച് നേരത്തെ തന്നെ, അതായത് മാർച്ച് 7 മുമ്പ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ജിസ്സേക്ക് വ ഹമാരെ ബേസ് ക്യാമ്പ് പहुंचने से पहले ദുർഗം ഹിമപാത് കെ രാസ്തേക്കോ സാഫ് കർ സകെ. എന്തിനു വേണ്ടിയിട്ടാണ് അവർ നേരത്തെ പോയത്? ബേസ് ക്യാമ്പ് ജിസസേക്ക് വ ഹമാരെ, അതായത് ബജേന്ദ്രിപാലൊക്കെ മറ്റേ ഹിമാലയത്തിലെത്തുമ്പോൾ ഒരു ബേസ് ക്യാമ്പ് റെഡിയാക്കണമല്ലോ. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ യാത്ര ചെയ്ത് ചെല്ലുന്ന ആൾക്കാർക്ക്, അതായത് എവറസ്റ്റ് കയറാൻ ചെല്ലുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഷെൽട്ടർ, വാട്ടർ, ടെൻറ്റ്, അവരുടെ ഫുഡ്, ടോയ്ലറ്റ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബജേന്ദ്രിപാലിൻ്റെ ഗ്രൂപ്പ് ബേസ് ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ദുർഗം ഹിമപാത് കെ രാസ്തേക്കോ സാഫ് കർ സകെ. അപ്പോൾ ഹിമപാത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നോഫോൾസ്, മഞ്ഞ് വീണ ആ വഴികളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് നേരത്തെ പോയത്. അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എന്തൊക്കെയാണ് അവിടുത്തെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻസ്, റോഡുകൾ അങ്ങനെ ക്ലിയർ ചെയ്യണം എന്നൊക്കെ ഈ മജ്ബൂത് അഗ്രിം ദളിന് അറിയാമായിരിക്കും, ആ ഗ്രൂപ്പിന് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് അവർ നേരത്തെ പോയത്. നമച്ചെ ബാസാർ ഷെർപ്പാലൻഡ് का एक सर्वाधिक महत्वपूर्ण नागरीय क्षेत्र है. നമച്ചെ ബാസാർ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഷെർപ്പാലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ്, അത് നേപ്പാളിലെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഒരു സർവാധിക് മഹത്വപൂർണ്ണ നാഗരീയ ക്ഷേത്രമാണ് എന്ത്? നമച്ചെ ബാസാർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി. അധികാംശ ഷേർപ്പ ഇസി സ്ഥാൻ തഥാ യഹി കെ ആസ്പാസ് കെ ഗാവോം കെ ഹോത്താ ഹെ. കൂടുതലും ഈ ഷേർപ്പകൾ താമസിക്കുന്നത് യഹി കെ പാസ്, ഇതിന് ഈ നമച്ചെ ബാസാറിനോ അല്ലെങ്കിൽ ആസ്പാസ് കെ ഗാവോം കെ ഹോത്തേ ഹെ എന്നതിന് ചുറ്റടുത്തുള്ള ഗ്രാമങ്ങളിലായിരിക്കും താമസിക്കുന്നത്. യ നമച്ചെ ബാസാർ ഹി ദ ജഹാം സെ മേനെ സർവപ്രഥം എവറസ്റ്റ് കോ നിഹാര. അപ്പോൾ ലേഖിക പറയാണ്, ഈ നമച്ചെ ബാസാറിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് എവറസ്റ്റിനെ നിഹാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുക, ദേഖ്ന. ജോ നേപ്പാളിയോ മേ സാഗർമാത കെ നാം സെ പ്രസിദ്ധി ഹെ. അപ്പോൾ ആ സ്ഥലത്തിനെ നേപ്പാളികൾ പറയുന്നത് എന്താണ്? സാഗർമാത എന്ന പേരിലാണ് പ്രസിദ്ധമായിരിക്കുന്നത്. മുझे യഹ് നാം അച്ഛാ ലഗ. ലേഖിക ആ പേര് വളരെയധികം ഇഷ്ടമായി. एवरेस्ट की तरह गौर से देखते हुए मैं एक भारी बर्फ का बड़ा फूल ब्लूम देखा. അപ്പോൾ ലേഖിക എവറസ്റ്റിനെ ഗൗർസെ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയപ്പോൾ, അല്ലെങ്കിൽ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കിയപ്പോൾ, മേനേക്ക് ഭാരി ബർഫ് ക ബഡാ ഫൂൾ, ഞാനൊരു ഭാരി ബർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഭാരമുള്ള ഒരു പൂവല്ല, ശരിക്കും ബ്ലൂം, അതായത് ഈ മഞ്ഞുമലയാണ് കണ്ടത്, പക്ഷെ അതൊരു പൂവിനെ പോലെ തോന്നിക്കും.
ജോ പർവ്വത ശിഖർ പർ ലഹരാത്ത ഏക് ധ്വജസ ലഗ്രഹാത. അത് ആ പർവ്വത ശിഖർ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ ഏറ്റവും പീക്കായ സ്ഥലം, അവിടെ പറന്ന് നടക്കുന്ന, ലഹരാന എന്ന് പറഞ്ഞാൽ എന്താണ്, പറന്ന് നടക്കുന്ന ഏക് ധ്വജസ, ഒരു ഫ്ലാഗ് പോലെ, ഒരു പതാക പോലെയാണ് കാണപ്പെട്ടതെന്ന്. താഴെ നിന്ന് നോക്കുമ്പോൾ, അപ്പോൾ ഹിമാലയത്തിൻ്റെ പീക്ക്, ഏറ്റവും ഉയരത്തിൽ നിന്നും ഉയരത്തിലുള്ള സ്ഥലത്താണ് ഇങ്ങനെ കാണുന്നത്. മുझे बताया गया कि यह दृश्य शिखर की ऊपरी सतह के आसपास 150 किलोमीटर अथवा इससे भी अधिक की गति से हवा चलने के कारण बनता था. അപ്പോൾ ലേഖികയോട് പറഞ്ഞു കൊടുത്തു അവിടെയുള്ള ആൾക്കാർ, ഇങ്ങനെ ഈ ദൃശ്യം കാണുന്നത് ശിഖർ കി ഊപ്പരി സതഹ് കെ ആസ്പാസ്, അതായത് ആ ഏറ്റവും പീക്കിൽ കാണപ്പെടുന്ന ഏറ്റവും പീക്കിലുള്ള ആ സതഹ് കെ ആസ്പാസ്, അതിൻ്റെ എന്നത് സമതലമായ ആ ഭാഗത്ത് തൊട്ടടുത്ത് തന്നെ, ആസ്പാസ് എന്ന് പറഞ്ഞാൽ സമതലമായ ആ പീക്കിൻ്റെ തൊട്ടടുത്തുള്ള ആ സ്ഥലത്ത് 150 കിലോമീറ്റർ 150 കിലോമീറ്റർ അഥവാ ഇസസേ ബി അധിക്, അതിനേക്കാളും കൂടുതൽ ഗതിസെ, ഇത് ഗതിസെ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ഹവ ചലനയ്ക്ക് കാരൻ, കാറ്റ് വീശുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കാണപ്പെടുന്നതെന്ന്. ക്യോങ്കി തേജ് ഹവാസെ സൂക്ക ബർഫ് പർവ്വത പർ ഉടുത്താ രഹതാ. എന്തുകൊണ്ടാണ് തേജ് ഹവാസെ, അതായത് ശക്തമായ കാറ്റ് കൊണ്ട്, സൂക്ക ബർഫ്, സൂക്ക എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള മഞ്ഞ് കഷ്ണങ്ങൾ, ഡ്രൈ ആയിട്ടുള്ള മഞ്ഞ് കഷ്ണങ്ങൾ ഉടുത്ത രഹത്താഹയെന്ന്, പർവ്വതത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുമെന്ന്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഐസ് കഷ്ണങ്ങൾ പറന്ന് നടക്കുക എന്ന് പറയുന്നത്, അപ്പോൾ അത്രയും വലിയ ശക്തമായ കാറ്റാണ്. നമ്മളൊക്കെ അവിടെ പോയിരുന്നാൽ കാറ്റത്ത് പറന്നു പോകും. അപ്പോൾ അത്ര വലിയ ശക്തമായ കാറ്റിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. ബർഫ് का यह ध्वज 10 किलोमीटर या इससे भी लंबा हो सकता था. ഈ ബർഫിൻ്റെ ഈ ഐസ് കഷ്ണങ്ങൾ കൊണ്ടുള്ളൊരു ഫ്ലാഗാണല്ലോ കാണപ്പെട്ടത്. അത് 10 കിലോമീറ്റർ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നീളത്തിലുള്ളതായിരുന്നു എന്ന്. शिखर पर जानने वाले प्रत्येक व्यक्ति को दक्षिण पूर्वी पहाड़ी पर इन तूफानों को चलना पड़ता था. അതായത് ഷിഖർ പർ, ഈ പീക്കിലേക്ക് പോകുന്ന ഓരോ വ്യക്തികൾക്കും ദക്ഷിൺ പൂർവി, സൗത്ത് ഈസ്റ്റ്, അതാണ് സൗത്ത് ഈസ്റ്റ് സൈഡിലെ പഹാടി പർ, സൗത്ത് ഈസ്റ്റ് സൈഡിൽ ഉള്ള പർവ്വതങ്ങളിൽ യാത്ര പോകുന്ന ഓരോ വ്യക്തിക്കും ഇൻ തൂഫാനോക്കോ, ഈ കൊടുങ്കാറ്റിനെ ചേലനപ്പെടുത്താതെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിശേഷ്കർ ഗരം മോസമ്മേ, പ്രത്യേകിച്ചും വളരെ മോശം ക്ലൈമറ്റിൽ, ഏകദേശം ഒരുവിധം നല്ല ക്ലൈമറ്റിലാണ് ഇങ്ങനെ ഒരു ശക്തമായ കാറ്റ് വീശുന്നത്. അപ്പോൾ മോശം ക്ലൈമറ്റിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റൂ. മുझे डराने के लिए काफ़ी था. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ആർക്ക് പേടിയായി? പേടിപ്പെടുത്താനുള്ള ഒരു അത്തരം സംഭവ വികാസങ്ങളാണ് കേട്ടതെന്ന് ബചേന്ദ്രി പാൽ പറയുന്നത്. फिर भी मैं एवरेस्ट के प्रति विचित्र रूप से आकर्षित थी. പക്ഷെ എന്നിരുന്നാൽ പോലും എവറസ്റ്റ് എന്നുള്ള ആ ഒരു വിചിത്രമായൊരു സംഭവത്തിൽ വളരെയധികം ഞാൻ അട്രാക്റ്റീവ് ആയിരുന്നു. അവർ ഇസ്കി കഠിനതം ചുനൗത്തിയൊക്കെ, അതുകൊണ്ട് എന്തൊക്കെ കഠിനമായ ചുനൗത്തി എന്ന് പറഞ്ഞാൽ മത്സരങ്ങളെന്ന് പറയാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും സാമന കർണ ചാത്തി, അതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് ആര് തയ്യാറായിരുന്നു? ബചേന്ദ്രി പാൽ തയ്യാറായിരുന്നു. जब हम 26 मार्च को पेरिस पहुँचे, हमें हिमस्खलन के कारण हुई एक शेर्पा कूली की मृत्यु का दुख समाचार मिला. അപ്പോൾ ഇവർ 26 മാർച്ചിൽ പാരീസിലെത്തി. 7 മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ 26 മാർച്ചായി. हमें हिमस्खलन के कारण हुई एक शेर्पा कूली की मृत्यु का दुखद समाचार मिला. ഇവർക്ക് ഹിമസ്ഖലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ് വീഴ്ച, സ്നോഫോൾസ്. ഈ സ്നോഫോൾസ് കാരണം ഒരു ഷേർപ്പ നമ്മൾ പറഞ്ഞു നേപ്പാളിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ കൂലി എന്ന് പറഞ്ഞാൽ ഇവരെ ഈ കൂലികളായിരിക്കും ഷെർപ്പയിൽ, അവിടെയുള്ള ഷെർപ്പകളായിരിക്കുമല്ലോ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇവരെ ബാഗ് എടുക്കുക, ഇവരെ മറ്റുള്ള സംവിധാനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ കൂലി, അതുകൊണ്ടാണ് ഷെർപ്പ കൂലി എന്ന് പറയുന്നത്. ആ ഷെർപ്പ കൂലിയിൽ ഒരാളുടെ ഒരു മരണ വാർത്ത ഇവർ കേട്ടു. കുംഭു ഹിമപാത് പർ ജാനെ വാലെ അഭിയാൻ ദൽ കെ രാസ്തേ കെ ബായി തരവ് സീതി പഹാടി കെ ദസക്നെ സെ. അപ്പോൾ കുംഭു ഹിമപാത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് കുംഭു ഹിമപാത്. ആ കുംഭു ഹിമപാതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുന്ന ഒരു ഗ്രൂപ്പ്, അഭിയാൻ ദൽ, അതിൻ്റെ ഒരു ഗ്രൂപ്പ്, അവിടേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വഴിയിൽ രാസ്തേക്ക് ബായി തരവ്സെ, ലെഫ്റ്റ് സൈഡിലേക്ക് സീതി പഹാടിക്ക് ദസക്നേസെ, നേരെ മുകളിൽ നിന്നും പർവ്വതങ്ങൾ, അതായത് മഞ്ഞുമലകൾ പൊട്ടി വീണതുകൊണ്ട്
ലോക്സെ की ओर से एक बहुत बड़ी बर्फ की चट्टान ലോക്സയില്ല ലോക്സ എന്ന് പറഞ്ഞാലും ഒരു പർവ്വതമാണ് അതിൻ്റെ അടുത്തേക്ക് ഒരു വലിയ ബർഫ് की चट्टान എന്ന് പറഞ്ഞാൽ വലിയൊരു പാറക്കഷ്ണം नीचे खिसकाई थी താഴേക്ക് വന്ന് വീണു 16 शेर्पा कुलियों के दल में से एक की मृत्यु हो गई और 4 घायल हो गए थे അപ്പോൾ താഴെ ഇങ്ങനെ നമ്മൾ ചെറിയ മഞ്ഞുമലകളാൽ മൂടിക്കൊണ്ടിരിക്കുകയുള്ള റോഡല്ല അതെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് അവർ നടന്നു പോകുന്നത് ചെറിയ ചെറിയ വഴികളായിരിക്കും അപ്പോൾ അതിൻ്റെ മേളിൽ നിന്നൊക്കെ പർവ്വതത്തിൻ്റെ മേളിൽ നിന്നൊക്കെ മഞ്ഞ് കട്ടകൾ വീണ് കഴിഞ്ഞാൽ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ 16 ഷെർപ്പ കൂലിയോങ്കി തൽമേസി ഏക്കക്കി അപ്പം 16 ഷെർപ്പ കൂലികളുണ്ടായിരുന്നു ഗ്രൂപ്പിൽ അതിൽ ഒരാൾ മരിച്ചു അവർ 4 घायल हो गए थे 4 പേർക്ക് മുറിവേറ്റു इस समाचार के कारण अभियान दल के सदस्यों के चेहरों पर छाए अवसाद को देखकर हमारे नेता कर्नन कुल्लर ने स्पष्ट किया कि एवरेस्ट जैसे महान अभियान में गतरों को और कभी कभी तो मृत्यु भी आदमी को सहज भाव से स्वीकार करनी चाहिए അപ്പോൾ ഈ ന്യൂസ് എല്ലാം കേട്ടപ്പോൾ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് വളരെയധികം വിഷമം ഒരു സാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷന് വന്നു അവിടെ അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നേതാവായ കർണൻ കുല്ലറിനെ സ്പഷ്ടിക്കുക കർണൻ കുല്ലർ എന്താ പറഞ്ഞത് എവറസ്റ്റ് ജയ്സെ മഹാൻ അഭിയാൻ എവറസ്റ്റ് പോലുള്ള ഈ മഹത്തായ ഒരു എന്താണ് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഇങ്ങനെയുള്ള ഗത്തറോങ്കോ ഓർ കബി കബിത്വ മൃത്യുബി ഇങ്ങനെയുള്ള അപകടങ്ങളും തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മരണവും സംഭവിക്കാം ഹർ ആത്മീക്കോ സഹജഭാവസെ സ്വീകാർ കർണി ചാഹിയെ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് വേണം യാത്ര തിരിക്കാനെന്ന് उपनेता प्रेमचंद्र जो अग्रिम दल का नेतृत्व कर रहे थे 26 मार्च को पेरिस लौट आए അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് നേരത്തെ പോയി റോഡെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഉപനേതാന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി ലീഡർ ആ ഡെപ്യൂട്ടി ലീഡർ പേരാണ് പ്രേംചന്ദ്ര അദ്ദേഹം അഗ്രിം ദൽക്ക നേതൃത്വം കർ രഹേ थे നേരത്തെ അഡ്വാൻസ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ നേതൃത്വം കൊടുത്തിരുന്നത് ലീഡർ അദ്ദേഹമായിരുന്നു 26 മാർച്ച് को പാരീസ് ലൗട്ടായെ 26-ാം തീയതി മാർച്ചിൽ ഇവർ പാരീസിലേക്ക് തിരിച്ചു വന്നു उन्होंने हमारी पहली बड़ी बाधा कुंभ हिमपात की स्थिति से हमें अवगत कराया അദ്ദേഹം എന്ത് ചെയ്തു അപ്നി പഹലി ബഡി ബാധ ഇവരുടെ ഏറ്റവും വലിയൊരു ബാധ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണ് ഈ കുംഭു ഹിമപാതത്തിൽ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ആ കാര്യങ്ങളെക്കുറിച്ചൊരു അവഗതകരായ എന്ന് പറഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്നർത്ഥം അവഗത് കരയാന്ന് പറയുന്നത് ഉന്നോനെ കഹാക്കി ഉൻകെ ദലിനെ ക്യാമ്പ് ഏക്ക് അപ്പോൾ അവിടെ ബേസ് ക്യാമ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ക്യാമ്പ് ഏക്ക് ക്യാമ്പ് 3 ക്യാമ്പ് 4 അങ്ങനെ ഓരോരോ ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ടാണ് ഇവർ യാത്ര തിരിക്കുന്നത് ഒറ്റയടിക്ക് അങ്ങ് കയറി പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ബേസ് ക്യാമ്പിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യും അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത പറ്റാവുന്ന പോലെ പിറ്റേ ദിവസം യാത്ര ചെയ്യും അങ്ങനെ ബേസ് ക്യാമ്പ് 1 വരും അപ്പോൾ അദ്ദേഹം പറയാണ് ബേസ് ക്യാമ്പ് 1 എവിടെയാണ് 6000 മീറ്ററാണ് ബേസ് ക്യാമ്പിൽ നിന്നും ക്യാമ്പ് 1ലേക്ക് 6000 കിലോമീറ്റർ ദൂരമുണ്ട് ജോ ഹിമപാത് കെ ടീ കൂപ്പർ ഹെ ഈ മഞ്ഞുമലകളുടെ ഏറ്റവും മുകളിൽ വഹാം തക്ക രാസ സാഫ് കർദിയാഹെ അവിടെ വരെയുള്ള വഴികളെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഉന്നോനി യൗബി പത്തായാക്കി പുൽ ബനാക്കർ അദ്ദേഹം വേറെ കാര്യം കൂടി പറഞ്ഞു എന്താണ് പുൽ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് അതായത് മഞ്ഞ് വീണിട്ട് ഇങ്ങനെ പുഴയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ താൽക്കാലികമായി പാലങ്ങളൊക്കെ കിട്ടണമല്ലോ അപ്പോൾ അതിനെയാണ് പുൽ ബനാക്കർ രസിയാം ബാന്ധക്കർ പിന്നെ കയറ് പിടിച്ചിട്ടൊക്കെ വേണം രസി എന്ന് പറഞ്ഞാൽ കയറൊക്കെ പിടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാൻ അപ്പോൾ കയറിൽ പിടിച്ചിട്ട് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് തഥാ ജണ്ടിയോംസെ രാസ്ത ചിഹ്നിതുക്കാർ ജണ്ടിയം എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് കൊണ്ടിട്ട് ഓരോരോ ഫ്ലാഗ് വെക്കുക അപ്പോൾ വഴികൾ മനസ്സിലാക്കാൻ വേണ്ടി വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സബി ബെഡി കഠിനായോങ്ക ജൈസ ലെലിയ ഗയാഹെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് उन्होंने इस पर भी ध्यान दिलाया कि ग्लेशियर बर्फ़ की नदी है और बर्फ़ का गिरना अभी जारी है അദ്ദേഹം വേറെ കാര്യം കൂടി ഓർമ്മപ്പെടുത്തി എന്താണ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ മഞ്ഞ് വീഴ്ചയുള്ള സ്നോഫോൾസ് ഉള്ളൊരു സ്ഥലമാണ് അത് ബർഫിക്ക് നദി ഹെ മഞ്ഞുമലകളാൽ മൂടപ്പെട്ട ഒരു നദിയും കൂടിയാണത് और बर्फ का गिरना भी जारी है അവിടെ ഇപ്പോഴും മഞ്ഞ് വീഴ്ച നടന്നുകൊണ്ടേയിരിക്കുന്നു हिमपात में अनियमित और अनिश्चित बदलाव के कारण നിയമിതമല്ലാത്തതും അതുപോലെ തന്നെ നിശ്ചിതമല്ലാത്ത രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് കാരണം സബി കാം വ്യർത്ഥ സക്തയെ ചിലപ്പോൾ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് പ്രവചിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ
ഇപ്പോൾ ഈ വഴികളെല്ലാം ക്ലിയർ ചെയ്തേക്കുന്നത് വ്യർത്ഥമായി പോകാൻ അല്ലെങ്കിൽ നിഷ്ഫലമായി പോകാനായിട്ട് കാരണമാകുന്നു. അവർ ഹമേ രാസ്ത ഗോൾനേക്കാ കാം ദോബാര കർണ പട് സക്തായ. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ചെയ്ത പോലെ തന്നെ പിന്നെയും വഴികളെല്ലാം ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അദ്ദേഹം അതാണ് പറയുന്നത്. ദോബാര കർണ പട് സക്താഹി എന്ന് പറഞ്ഞാൽ രണ്ടാമത് പിന്നെ റിപ്പീറ്റ് ചെയ്തത് ഇങ്ങനെ പിന്നെയും റെഡിയാക്കേണ്ടി വരും റോഡുകളെല്ലാം. ബേസ് ക്യാമ്പ് में पहुंचने से पहले हमें एक और मृत्यु की खबर मिली. ബേസ് ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു മരണ വാർത്തയും കൂടി ഇവർക്ക് കേൾക്കേണ്ടി വന്നു. ജലവായു അനുകൂൽ ന ഹോനെ കെ കാരൻ ഏക് രസോയി സഹായിക്ക് മൃത്യു ഹോ ഗയി थी. ജലവായു എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് അനുകൂലമല്ലാത്തത് കാരണം ഏക് രസോയി സഹായിക്ക്, രസോയി എന്ന് പറഞ്ഞാൽ കിച്ചണിൽ സഹായിക്കുന്ന ഒരു ഷെർപ്പ കൂലിയുടെ മരണ വാർത്തയും കൂടി കേൾക്കേണ്ടി വന്നു. നിശ്ചിത രൂപ സെ ഹം ആശാജനക് സ്ഥിതി മേ നഹി ചൽ രഹേ थे. ശരിക്കും പറഞ്ഞാൽ എന്താണ്, വളരെ അത്രം ഇൻട്രസ്റ്റോടു കൂടിയല്ല, എന്താ പാതി മനസ്സിൽ നമ്മൾ യാത്ര തിരിക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ അങ്ങനെയായിരുന്നു ഇവരുടെ എല്ലാവരുടെയും മനസ്സെന്ന്. എവറസ്റ്റ് ശിഖർക്കോ മേനെ പകലെ 2 ബാർ ദേക്കാത്ത. അപ്പോൾ ലേഖി പറയുകയാണ് എവറസ്റ്റ് ശിഖരത്തിൻ്റെ ആ പീക്കിനെ ഞാൻ 2 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്. ലേക്കിനേക്ക് ദൂരീസെ, പക്ഷെ വളരെ ദൂരത്ത് നിന്നും. बेस कैंप पहुंचने पर दूसरे दिन मैंने एवरेस्ट पर्वत तथा इसके अन्य श्रेणियों को देखा. അപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പहुंचने ബേസ് ക്യാമ്പിൽ എത്തിയതിന് ശേഷം ദൂസരെ ദിനം അതിൻ്റെ പിറ്റേ ദിവസം മേനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജേന്ദ്രി പാൽ എവറസ്റ്റ് പർവ്വതത്തെയും തഥാ ഇസ്കി അന്യ ശ്രേണിയോങ്കോ ദേക്ക, അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റുള്ള സ്ഥലങ്ങളെയും നോക്കിക്കണ്ടു. മേ ബൗച്ചക്കി ഹോക്കർ ഗഡി രഗയി. ബൗച്ചക്കി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കുക. ഈ ഭംഗി കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. എവറസ്റ്റ് ലോക്സെ और नुक्से की ऊंचाइयों से गिरी ബർഫീലി ടേഡി മേഡി നദിക്കോ നിഹാർത്തി രഹി. അതായത് എവറസ്റ്റും അതുപോലെ തന്നെ ലോക്സയും അതുപോലെ തന്നെ നുക്സയും ഇതെല്ലാം വളരെ ഉയരത്തിലുള്ള പർവ്വതങ്ങളാണ്. അവിടുന്ന് ആ പർവ്വതങ്ങളിൽ നിന്നും താഴേക്ക് വീഴുന്ന ബർഫീലി ടേഡി മേഡി വളഞ്ഞും പുളഞ്ഞുമായ നദികളെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നു കണ്ടു. निहारती रही എന്ന് പറഞ്ഞാൽ देखना എന്നർത്ഥം. हिमपात अपने आप में एक तरफ से बर्फ के गंडों का अव्यवस्थित ढंग से गिरना ही था. അപ്പോൾ എവറസ്റ്റ് ഹിമപാത് എന്ന് പറഞ്ഞാൽ സ്നോഫോൾസ് അപ്പനെ അപ്പമ്മ, അതായത് എപ്പോഴാണ് സ്നോഫോൾ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിലാണ് എങ്ങനെയാണ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ഈ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. ഹമേ ബത്തായ ഗയാക്കി ഗ്ലേഷ്യർ കെ ബഹനെ സെ അക്സർ ബർഫ് മേ ഹൽച്ചൽ ഹോ ജാത്തി ഹെ. അപ്പോൾ ഇവരോട് പറഞ്ഞു കൊടുത്തു, ഈ എന്താ പറയുക, ഈ ഗ്ലേഷ്യറിൽ ഫുൾ ടൈം ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എപ്പോഴും വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനാണ്. ജിസ്സെ ബെഡി ബർഫിക്ക് ചണ്ടാനേയും തൽക്കാൽ ഗിർ ജായ കർത്തീതി. അതായത് ഈ ചിലപ്പോഴൊക്കെ വലിയ മഞ്ഞ് കട്ടകൾ താഴേക്ക് വന്ന് വീണ് വരാറുണ്ട്. അവർ അന്യ കാരണവും സേബി അചാനക് പ്രായ ഖത്തർനാക് സ്ഥിതി ധാരൻ കറിലെത്തിയേ. ഇതെല്ലാം ഇങ്ങനെ മഞ്ഞ് വീഴ്ചയും അത് സ്നോഫോൾസും അതുപോലെ തന്നെ ഉയർന്ന പർവ്വതങ്ങളിൽ നിന്നും വലിയ ചണ്ടൻ പാറ പോലത്തുള്ള വലിയ മഞ്ഞ് കഷ്ണങ്ങളും വീഴാറുണ്ട്. അതൊന്നും കൂടാണ്ട് വേറെ പല കാരണങ്ങൾ കൊണ്ട് ഖത്തർനാക് ഡേഞ്ചറസ് ആയ ഒരു സ്ഥിതി സംഭവിക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം ഈ ഹിമാലയത്തിലേക്ക് കയറുന്ന ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. सीधे धरातल पर दरार पड़ने का विचार और इस दरार का गहरे चौड़े हिम विदर में बदल जाने का मात्र ख्याल ही बहुत डरवाना था. അതായത് മുകളിൽ നിന്നും നേരെ ദരാർ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ക്രാക്ക് വീഴുക എന്ന് പറയുമല്ലോ, വിള്ളൽ വീഴുക എന്ന് പറയും. അപ്പോൾ ഈ വിള്ളൽ വീണിട്ട് എന്താണ്, ചിലപ്പോൾ ഭയങ്കര ഡീപ്പായിട്ടുള്ളതായിരിക്കും, വീതി കൂടിയതും വീതി കുറഞ്ഞ ചെറിയ കഷ്ണങ്ങൾ, ചിലപ്പോൾ വലിയ കഷ്ണങ്ങൾ, ഈ പാറ കഷ്ണങ്ങൾ വന്ന് താഴേക്ക് വീഴുന്നതും അത് പിന്നെ എന്താണ് വലിയ മഞ്ഞും പുഴകളായിട്ട് മാറുന്നതും ബദൽ ജാനേക്ക മാത്രം. ഇതെല്ലാം ഇതെല്ലാം ഓർക്കുമ്പോൾ തന്നെ എന്താണ് വളരെയധികം പേടിപ്പെടുത്തുന്നതായിരുന്നു എന്ന്. इससे भी ज़्यादा भयानक इस बात की जानकारी दी कि हमारे संपूर्ण प्रवास के दौरान हिमपात लगभग 1 दर्जन आरोहियों और कूलियों को प्रतिदिन छूता रहेगा.
എന്നാലും എന്താണ് ഇതിനേക്കാളും പേടി വന്ന് പറഞ്ഞത് എന്താണ്, മുകളിലേക്ക് പോകുന്ന ഇവരുടെ കൂടെ എന്താണ് സമ്പൂർണ്ണ പ്രവാസം മുകളിലേക്ക് പോകുന്ന ഇവരുടെ കൂടെ ഒരു ഡസനോളം ആൾക്കാർ ഡെയിലി കയറുന്നുമുണ്ട്. ഈ ഇത്രയൊക്കെ ഡേഞ്ചറസ് ആണെങ്കിൽ പോലും ഒരു ഡസനോളം ആൾക്കാർ ഈ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത്ര അധികം കൂലികൾ, അതായത് കൂലി എന്ന് പറഞ്ഞാൽ ഈ നേപ്പാളീസും പ്രതിദിൻ ചൂത്താരേഖ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. दूसरे दिन नए आने वाले अपने अधिकांश सामान को हम हिमपात के आधे रास्ते तक ले गए. പിറ്റേ ദിവസം പുതിയതായിട്ട് കൊണ്ടുവന്ന കുറച്ച് അധികാംശം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങൾ ഹം ഹിമപാതയ്ക്ക് ആദ്യ രാസ്ത, ഇവരെല്ലാവരും ആ മഞ്ഞുമലകളിൽ ഒരു പകുതി വഴി വരെയും കൊണ്ടുപോകാനായിട്ട് റെഡിയായി. डॉक्टर मीनू मेहता ने हमें अल्यूमिनियम की सीटियों से अस्थाई पुलों का बनाना. അപ്പോൾ ഡോക്ടർ മീനു എന്ത് ചെയ്തു, അലൂമിനിയം കി സീട്ടി എന്ന് പറഞ്ഞാൽ അലൂമിനിയം കൊണ്ടുള്ള ഏണി, അത് എങ്ങനെയാണ് അസ്ഥായി എന്ന് പറഞ്ഞാൽ ആ ഏണികൾ കൊണ്ട് താൽക്കാലികമായി, അസ്ഥായി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി പുലോങ്ക ബനാന പാലങ്ങൾ നിർമ്മിക്കാനും, ലെട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിൻ്റെ ലാത്തിയില്ല, അതായത് നമ്മൾ പോലീസുകാരുടെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ലാത്തി എങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്നും അവർ രസിയോങ്ക ഉപയോഗം കയറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും, ബർഫ് കി ആടി തിർച്ചി ദീവാരവും പർ രസിയോങ്കോ ബാന്ധന. ബർഫ് കി ആടി തിർച്ചി എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞുമലകളുടെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന ദീവാർ എന്ന് പറഞ്ഞാൽ മഞ്ഞുമലകളുടെ ചുവര്, അവിടെ രസിയോങ്കോ ബാന്ധന എങ്ങനെയാണ് കയറുകൾ ബന്ധിക്കേണ്ടതെന്നും, हमारे अग्रिम के अभियात्रिकी कार्यों के बारे में हमें विस्तृत जानकारी दी. बर्फ की आड़ी तिरछी दीवारों पर रस्सियों को बांधना और हमारे अग्रिम दल के अभियात्रिकी कार्यों के बारे में. അഭിയാത്രികി എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മീനു മേത്ത ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. तीसरा दिन हिमपात से कैंप 1 तक सामान ढोकर चढ़ाई का अभ्यास करने का निश्चित. മൂന്നാമത്തെ ദിവസം ഈ മഞ്ഞുമലയിൽ കൂടി ക്യാമ്പ് 1 സാധനങ്ങളെല്ലാം ടോക്കർ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് ചടായി കാ അഭ്യാസ് കയറാനുള്ള അഭ്യാസം ചെയ്യാനായിട്ട് ഇവർ തീരുമാനിച്ചു. സാധനങ്ങളെല്ലാം കയ്യിൽ എടുത്തിട്ട് ഈ മലകൾ കയറണം. റീത്ത കോംബു തഥാ മേ സാ ചട് രഹേദേ. റീത്ത കോംബുവും അതുപോലെ തന്നെ നമ്മുടെ ബജേന്ദ്രി പാലും ഒന്നിച്ചാണ് യാത്ര ചെയ്തിരുന്നത്, അതായത് കയറ്റം കയറിയിരുന്നത്. ഹമാരെ പാസ് ഏക്ക് വാക്കി ടോക്കി ഇതാ, ഇവരുടെ കയ്യിൽ എന്തുണ്ട്, ഒരു വാക്കി ടോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മെസ്സേജൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി. ജിസസെ ഹം അപ്പനെ ഹർ കദം കി ജാൻകാരി ബേസ് ക്യാമ്പ് പർ ദേ രഹേദേ. അപ്പോൾ ആ വാക്കി ടോക്കിയിലൂടെ ഇവർ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ബേസ് ക്യാമ്പിലേക്ക് ഇവർ മെസ്സേജ് വഴി അയക്കും. കർണൻ കുല്ലർ ഉസ് സമയ ഖുഷുയെ. ഇത് കണ്ടപ്പോൾ കർണൻകുള്ളർ വളരെയധികം ഹാപ്പിയായി. ജബ് ഹംനെ ഉനെ അപ്പനെ പहुंचने की सूचना दी. അപ്പോൾ ഇവർ ബേസ് ക്യാമ്പ് 1 എത്തിയ വിവരം കർണൻ കുല്ലറിനെ അറിയിച്ചു. ക്യോങ്കി ക്യാമ്പ് 1 पर पहुंचने वाली केवल हम 2 ही महिलाएं थी. അതായത് ക്യാമ്പ് 1 എത്തിപ്പെട്ട ആദ്യത്തെ 2 വനിതകൾ ഇവരായിരുന്നു. अंगद और जी लोब्सांग और गगन बिस्सा अमतदह साउथ कोल पहुंच गया और 29 अप्रैल को 7900 मीटर पर उन्होंने कैंप 4 लगाया. यह संतोषजनक प्रगति था. അപ്പോൾ ഇവർ ബേസ് ക്യാമ്പ് 1 ആര് നമ്മുടെ ലേഖിക. പിന്നെ അങ്കദ് ഓർജിയും ലോബ്സാങ്കും അവർ ഗഗൻ ബിസ്സയും അവർ സൗത്ത് കോളിൽ എത്തി. അവിടെ ഏപ്രിൽ 29 7900 മീറ്റർ ക്യാമ്പ് 4, അതായത്
ക്യാമ്പ് ചാർ എവിടെയാണ്? 7,900 മീറ്റർ ദൂരത്തിലാണ് ക്യാമ്പ് ചാർ. അവരവിടെ എത്തി. ഇത് കേട്ടപ്പോൾ വളരെയധികം എല്ലാവർക്കും വളരെയധികം ഹാപ്പി ആയിരുന്നു. जब अप्रैल में बेस कैंप में थी, तेनसिंग अपनी सबसे छोटी सुपुत्री टेकी के साथ हमारे पास आए थे. അപ്പോൾ ഏപ്രിൽ ബേസ് ക്യാമ്പിൽ ബജേന്ദ്രപാൽ താമസിക്കുമ്പോൾ തെൻസിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ തെൻസിങ് തൻ്റെ ഏറ്റവും ഇളയ പുത്രി टेकी साथ हमारे पास आए थे. ഈ ക്യാമ്പിലേക്ക് വന്നു എല്ലാവരും കാണുന്നതിന് വേണ്ടി. उन्होंने इस बात पर विशेष महत्व दिया कि दल के प्रत्येक सदस्य और प्रत्येक शेर्पा कुली से बातचीत की जाए. അപ്പോൾ അദ്ദേഹം ആ ക്യാമ്പിലുള്ള ഓരോ വ്യക്തികളെയും അതുപോലെ തന്നെ ഷെർപ്പ കൂലികളോടൊക്കെ സംസാരിച്ചു. മേരി ബാരിയായി എപ്പോഴാണോ ലേഖികയുടെ അടുത്ത് വന്നത് അല്ലെങ്കിൽ ബജേന്ദ്രി പാലിൻ്റെ അടുത്ത് വന്നത്, മേനെ അപ്പന പരിചയ കേക്കർ ദിയാക്കി. ലേഖിക എങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്? മേ ബിൽക്കുൽ ഹി നൗസംഗിയാഹും. നൗസംഗിയ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ്. ഞാൻ ബിഗിനേഴ്സ് എന്നാണ് ആദ്യമായിട്ട് കയറുന്ന ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ കയറുന്നതെന്നാണ് ലേഖിക പറയുന്നത്. അതാണ് ബിഗിനേഴ്സ് എന്ന് പറയുന്നത്. നൗസംഗിയ और एवरेस्ट मेरा पहला अभियान है. എവറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഒരു ക്യാമ്പയിനാണ് ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ നൗസംഗിയാണ്. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഒരു ആദ്യമായിട്ടുള്ളൊരു കയറ്റമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണെന്നാണ് ലേഖിയ പറയുന്നത്. लेकिन यह भी स्पष्ट किया തെൻസിംഗ് ഹസെ और मुझसे कहा कि एवरेस्ट उनके लिए भी पहला अभियान है. അപ്പോൾ തെൻസിംഗ് ഇത് കേട്ടിട്ട് ചിരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു ലേഖികയോട്? എവറസ്റ്റ് ഉൻകെ ലിയെ ഭി, എവറസ്റ്റ് അദ്ദേഹത്തിനും ആദ്യത്തെ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. लेकिन यह भी स्पष्ट किया कि शिखर पर पहुंचने से पहले उन्हें 7 बार एवरेस्ट पर जाना पड़ा. പീക്കിലേക്ക് എത്തുന്നതിന് മുമ്പ് 7 പ്രാവശ്യം അദ്ദേഹത്തിന് എവറസ്റ്റിൽ കയറേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ 7 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഫിർ അപ്പന ഹാത്ത് മേരെ കന്തേ പർ രഖ്തേ ഹുയേ ഉन्होंने कहा. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ തോളത്ത് വെച്ചിട്ട് പറഞ്ഞു, തും എക് പക്കി പർവ്വതിയിൽ ലഗ്തി ഹോ. നീ ഒരു കണ്ടിട്ട് നീ ഒരു പക്കി പർവ്വതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൗണ്ടൻസിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നതെന്ന്. തുമേ തോ ശിഖർ പർ പഹലെ ഹി പ്രയാസ് മേ പहुंचाना चाहिए. നീ ആദ്യത്തെ പ്രാവശ്യം തന്നെ നീ ആ പീക്കിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ലേഖിയോട്, നമ്മുടെ ബജേന്ദ്രി പാലിനോട് ആര് പറഞ്ഞു? തെൻസിംഗ് പറഞ്ഞു. 15-16 मई 1984 को बुद्ध पूर्णिमा के दिन में लोकसई की बर्फीली सीधी ढलान पर लगाए गए सुंदर रंगीन नायलॉन के बने तंबू के कैंप 3 में थी. അപ്പോൾ 15-16 മെയ് 15-16 1984 ബുദ്ധ പൂർണിമയുടെ ദിവസം. എവിടെയായിരുന്നു? ലോക്സേക്ക് ബർഫീലി സീതി, അതായത് ലോക്സയിലുള്ള ആ മഞ്ഞുമലയിലെ സീതി ഡലാൻ പർ ലഗായെ, മഞ്ഞുമലകളിൽ സ്ഥാപിച്ചിട്ടുള്ള സുന്ദർ രംഗീന് നൈലോൺ കെ ബനെ, നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള നൈലോൺ കൊണ്ടുണ്ടാക്കിയ തമ്പു എന്ന് പറഞ്ഞാൽ ടെൻറ്റ്. ആ ടെൻറ്റ് ക്യാമ്പ് 3 में थी. ക്യാമ്പ് 3-ലായിരുന്നു. ക്യാമ്പ് മേ 10 വ്യക്തി थे. ക്യാമ്പിൽ വേറെയും 10 വ്യക്തികളുണ്ടായിരുന്നു. ലോബ്സാങ് തഷാരിങ് മേരെ തമ്പുമേതേ. അപ്പോൾ ബജേന്ദ്രപാലിൻ്റെ തമ്പുവിൽ ലോബ്സാങ്ങും ഉണ്ടായിരുന്നു, തഷാരിങ്ങും ഉണ്ടായിരുന്നു. എൻ ടി ഷെർപ്പയും അതുപോലെ തന്നെ आठ अन्य शरीर से मजबूत और ऊंचाइयों में रहने वाला शेर्पा दूसरे तंबू में थे. 8 अन्य शरीर से मजबूत എന്ന് പറഞ്ഞാൽ 8 പേര്. ശരീർ സെ മജബൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള നല്ല ഉയരമുള്ള കുറേ ഷെർപ്പകൾ ദൂസരെ തമ്പൂമേതേ, വേറൊരു തമ്പൂലായിരുന്നു അല്ലെങ്കിൽ വേറൊരു ടെൻറ്റിലായിരുന്നു. മേ കയറി നീന്തമേ സോയി ഹുയിദി. ലേഖിക ഈ ടെൻറ്റ് 3 കിടന്ന് നല്ല ഉറക്കമായിരുന്ന സമയം 12:30 സമയം. 12:30 ബജേക്ക് ലഗ്ഭഗ് മേരെ സിർക്കെ പിച്ചലെ ഹിസ്സേമേ, എൻ്റെ തലയുടെ നേരെ പുറകിൽ വന്ന് കിസിയേക്ക് സക്ത ചീസ്ക്കെ ടക്രാനേസെ, എന്തോ ശക്തമായൊരു സാധനം
നല്ല വെയിറ്റുള്ള ഒരു സാധനം. ടക്രാന എന്ന് പറഞ്ഞാൽ തട്ടുക. സെ മേരി നീന്ത അചാനക് ഖുൽ ഗയി, എൻ്റെ ഉറക്കം പെട്ടെന്ന് എഴുന്നേറ്റു, ഞാൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. ഓർ സാത്ത് ഹി ഏക്ക് ജോർദാർ ധമാക്ക ബി ഹുവ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് ധമാക്ക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാസ്റ്റിങ് പോലെ, വലിയൊരു സൗണ്ട് പോലെ കേട്ടു. തബി മുझे महसूस हुआ कि एक ठंडी बहुत भारी कोई चीज़ मेरे शरीर पर से मुझे कुचलती हुई चल रही है. അപ്പോൾ ലേഖികയ്ക്ക് എന്താണ് തോന്നിയത്? എന്തോ ഒരു ഭാരി കൊയ് ചീസ്, എന്തോ ഭാരമുള്ളൊരു സാധനം എൻ്റെ ശരീരത്തെ മുഴുവനും എന്താണ് ഇളക്കി മറിച്ചുകൊണ്ട് പോയി എന്ന്. മുझे सांस लेने में भी कठिनाई हो रही थी, ശ്വാസം എടുക്കാനും ലേഖിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ये क्या हो गया था, ഇതെന്താണ് സംഭവിച്ചത്? एक लंबा बर्फ का पिंड हमारे कैंप के ठीक ऊपर ലോക്സെ ഗ്ലേസിയർ സെ ടൂട്ട്കർ നീച്ചെ ആ ഗിരാ था. എന്താ സംഭവം? ഒരു വലിയ ലംബ ബർഫ് കാ പിണ്ട്, ഒരു വലിയ മഞ്ഞ് കഷ്ണം, പിണ്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു പിണ്ടം, വലിയൊരു മഞ്ഞ് കഷ്ണം ഹമാരെ ക്യാമ്പ് കെ ടീപ്പ് ഊപ്പർ, ഇവരുടെ ക്യാമ്പിൻ്റെ നേരെ മുകളിൽ ലോക്സെ ഗ്ലേസിയറിൽ നിന്നും ടൂട്ട്കർ പൊട്ടിയിട്ട് നീച്ചെ ആ ഗിരാ था, താഴേക്ക് വീണു. और उसका विशाल हिमपुंज बना गया था. അപ്പോൾ അത് താഴേക്ക് വീണപ്പോൾ വലിയൊരു ഹിമപുഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ് കുന്നുപോലെയായി തീർന്നു. ഹിമഖണ്ഡവും, അതായത് സ്നോഫോൾസ്, ബർഫ് കെ ടുക്കടോ, മഞ്ഞിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, തഥാ ജമി ഹുയി ബർഫ് കെ ഈസ് വിശാലകായ് പുഞ്ചിനെ ഏക്ക് എക്സ്പ്രസ് റെയിൽഗാഡിക്ക് തേജീസെ. അവർ ഈ മഞ്ഞ് വലിയ കഷ്ണങ്ങൾ, മഞ്ഞ് തുള്ളികൾ, വലിയ വലിയ മഞ്ഞ് പാറക്കെട്ടുകൾ പോലുള്ള വലിയ കഷ്ണങ്ങൾ, ഇതെല്ലാം കൂടി വന്നിട്ട് ഒരു എങ്ങനെയാണ് വന്നത്? എക്സ്പ്രസ് റെയിൽഗാഡിക്ക് തേജ് ഗതീസെ, ഒരു എക്സ്പ്രസ് റെയിൽഗാഡി, തീവണ്ടി എക്സ്പ്രസ് എങ്ങനെയാണോ വളരെ സ്പീഡിൽ വരുന്നത് അതുപോലെയാണ് വന്നത്. ഭീഷൺ ഗർജൻ കെ സാത്ത്, വലിയൊരു ബ്ലാസ്റ്റോടുകൂടി, വലിയൊരു സൗണ്ടോടുകൂടി സീതി ഡലാൻസെ നീച്ചെ ആത്തെ ഹുയെ ഹമാരെ ക്യാമ്പ് കോ തഹസ് നഹസ് കർ ദിയ, അവരുടെ ക്യാമ്പിനെ തഹസ് നഹസ് എന്ന് പറഞ്ഞാൽ തല്ലി തകർത്തു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്ന്. വാസ്തവമേ ഹർ വ്യക്തിക്കോ ചോട്ട് ലഗി थी, എല്ലാ ആൾക്കാർക്കും എന്താണ് മുറിവേറ്റിയിരുന്നു. वास्तव में हर व्यक्ति को चोट लगी थी या एक आश्चर्य था कि किसी की मृत्यु नहीं हुई. പക്ഷേ എന്താണ്, എല്ലാവർക്കും മുറിവേറ്റിരുന്നു, പക്ഷെ ആരും മരിച്ചില്ല, ആർക്കും മരണമൊന്നും സംഭവിച്ചില്ല. लोब्सांग अपनी सुस्तुरी की मदद से हमारे तंबू का रास्ता साफ करने में सफल हो गए थे. ലോബ്സാങ് എന്ത് ചെയ്തു? തൻ്റെ സിഫ്റ്റുരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കത്തിയാണ്, അതിൻ്റെ ഉപയോഗം കൊണ്ട് ഹമാരെ തമ്പുക്ക രാസ്ത, ടെൻ്റ് എങ്ങനെയാണ് മഞ്ഞ് കൊണ്ട് പാറക്കഷ്ണങ്ങളൊക്കെ ആയിട്ട് മൂടിക്കിടക്കണമല്ലോ, അതെല്ലാം ക്ലിയർ ചെയ്തു. അതിൽ സഫൽ ഹോ ഗയെ എന്നാണ് വിജയിച്ചു. और तुरंत ही अत्यंत तेजी से मुझे बचाने की कोशिश में लगे. അപ്പോൾ ബജേന്ദ്രപാൽ ഇതിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. ബജേന്ദ്രപാലിനെ രക്ഷപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ വളരെ സ്പീഡിൽ ചെയ്തു. ദോഡി സി ബി ദീർഘ സീത അർത്ഥത മൃത്യു, കുറച്ചെങ്കിലും വൈകിയെങ്കിലും അതിൻ്റെ അർത്ഥം എന്താ? മരണമെന്നാണ്. ബഡേ ബഡേ ഹിമപിണ്ടോ കോ മുഷ്കിൽ സെ ഹട്ടാത്തെ ഹുയി ഉन्होंने मेरे चारों तरफ की गड्ढे जमे बर्फ की खुदाई की और मुझे उस बर्फ की कब्र से निकाल बाहर खींच लाने में सफल हो गई. വളരെ ശ്രമിച്ച് ആ ഹിമപിണ്ഡങ്ങളെല്ലാം മാറ്റി, ഹട്ടാന എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാം മാറ്റി, ബജേന്ദ്രിപാലിൻ്റെ 4 വശവും ചാരോം തരക്കി കടേ 4 വശവും കൂടിയിരിക്കുന്ന ആ ബർഫ് മഞ്ഞ് കഷ്ണങ്ങളെല്ലാം ഗുതായി എന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റിയിട്ട്, അവർ മുझे ഉസ് ബർഫ് കി ഖബ്ർ എന്ന് പറഞ്ഞാൽ ശവകുടീരം, അപ്പോൾ ആ ശവകുടീരത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചു, അതിൽ വിജയിക്കുകയും ചെയ്തു. सुबह तक सारे सुरक्षा दल आ गए थे और 16 मई को प्रातः 8 बजे तक हम प्रायः सभी कैंप 2 पर पहुंच गए थे. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 16 മെയ് 16 8 മണിക്ക്
എല്ലാവരും ഈ ബേസ് ക്യാമ്പിലെത്തി. ആ ക്യാമ്പിലുള്ള മിക്ക ആൾക്കാരും ഇവിടെ എത്തി. ക്യാമ്പ് 3 कैंप 2 पर पहुंच गए. कैंप 2 वनु. जिस शेरपा की टांग की हड्डी टूट गई थी उसे एक गुद के बनाए स्ट्रेचर पर लिटाकर नीचे लाया. അപ്പോൾ ഏതൊരു ഷേർപ്പയുടെ ടാങ്കാക്കി ഹട്ടി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിൻ്റെ എല്ല് പൊട്ടിയിട്ട് ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ട്രക്ചറിൽ കിടത്തി അദ്ദേഹത്തെ താഴേക്ക് കൊണ്ടുവന്നു. ഹമാരെ നേതാ കർണം കുല്ലർക്ക് ശബ്ദോമേ. അപ്പോൾ കർണം കുല്ലർ എന്താ പറയുന്നത്? ये इतनी ऊंचाई पर सुरक्षा कार्य का एक जबरदस्त സാഹസിക കാര്യതാണ്. ഇത്രയും ഉയരത്തിൽ വന്നിട്ട് പിന്നെയും ഇങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇത്ര ഉയരത്തിൽ വരെ കയറിയിട്ട് പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ ഇവരെ താഴേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഈ മനുഷ്യർ തന്നെ എടുത്തുകൊണ്ട് താഴേക്ക് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് കർണംകുല്ലർ ഇവിടെ പറയുന്നത്. सभी नवपुरुष सदस्यों को चोटों अथवा टूटी हड्डियों आदि के कारण बेस ക്യാമ്പ് में भेजना पड़ा. അപ്പോൾ ഈ ക്യാമ്പ് 2 നിന്നും പിന്നെ ഈ എന്താണ് 9 പുരുഷന്മാർക്ക് മുറിവേക്കുകയും അതുപോലെ തന്നെ ചിലരുടെ എല്ലുകളൊക്കെ പൊട്ടിയത് കൊണ്ട് ഇവരെ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് പറഞ്ഞയക്കേണ്ടതായി വന്നു. തബി കർണംകുല്ലർ മേരി തരം മുടുക്കർ കഹനയിലേക്ക്. അപ്പോൾ കർണംകുല്ലർ ഇതെല്ലാം ചെയ്തതിന് ശേഷം ലേഖികയുടെ മുഖത്ത് ബജേന്ദ്രപാലിനോട് ചോദിക്കുകയാണ്. മുടുക്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ്. ക്യാത്തും ഭയഭീതി, നീ എന്താ പേടിച്ചോ? ജി ഹാ, അതെ ഞാൻ പേടിച്ചു. ക്യാത്തും വാപ്പസ് ജാനാ ചാവോങ്കി, നീ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നെഹി, മേനെ ബിനാ കിസി ഹിച്കിചാഹട്ട് കെ ഉത്തർ ദിയ. യാതൊരു സങ്കോചവും കൂടാതെ ഞാനെന്ത് പറഞ്ഞു? ഇല്ല, എനിക്ക് തിരിച്ചു പോകണ്ട എന്ന്. കാര്യം ബജേന്ദ്രപാൽക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലെത്താൻ അവരെന്ത് സാഹസികതയും എടുക്കാൻ തയ്യാറാണ്. അതാണ് അവിടെ പറയുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണുക. താങ്ക് യു.